ചിലർ ആശാവർക്കർമാരെ വ്യാമോഹിപ്പിച്ചുവെന്നും പെമ്പിളൈ ഒരുമ സമരത്തിന് സമാനമാണ് ആശാവർക്കർമാരുടെ സമരമെന്നും എളമനം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളി സംഘടനയെയും അധിക്ഷേപിക്കുകയായിരുന്നു പെമ്പിളൈ ഒരുമ സമരം. കേന്ദ്ര പദ്ധതികൾ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് നടപ്പാക്കാനേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂ. NHM ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട 468 കോടി ഇനിയും നൽകിയിട്ടില്ല. ആശാവർക്കർമാരുടെ വേതന വർധനയിൽ കാര്യമായ ഇടപെടൽ നടത്തിയത് ഇടതു സർക്കാരുകളാണെന്നും കരീം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം സമരം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ സർക്കാർ സമരത്തെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. നിരോധിത സംഘടനകൾക്ക് സമരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സർക്കാർ സമരത്തെ വിരട്ടാൻ നോക്കേണ്ടതില്ലെന്നാണ് സമരസമിതിയുടെ മറുപടി. വിവിധ ജനകീയ സമരസമിതികളുടെ നേതാക്കളെ അണിനിരത്തി ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ഐക്യദാർഢ്യ റാലിയും സംഘടിപ്പിച്ചേക്കും. അതിനിടെ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രംഗത്തുണ്ട്. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പന്തംകുളത്തി പ്രകടനം നടത്തും. നാളെ യൂത്ത് കോൺഗ്രസും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.